ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കക്കറോട്ടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് കക്കറോട്ടി ഉണ്ടാക്കാന്ന് പറയുന്നത് ബീഫ് കൊണ്ടാണ്. അതുപോലെ തന്നെ അരിയൊക്കെ ഒരുപാട് ടൈം കുതിർത്ത് അരച്ചിട്ടൊക്കെയാണ്. ഇന്നത്തെ നമുക്ക് വേണ്ടി ഇൻസ്റ്റൻറ്റ് കക്കറോട്ടി എന്ന് തന്നെ പറയാം, കാരണം ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചിക്കനും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ബീഫ് കൊണ്ടാണ് പണ്ട് മുതൽക്കേ ഉണ്ടാക്കാറുള്ളത്. എന്നാലും ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒറോട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻ്റാണ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ പത്തിരി ഇടിയപ്പം അങ്ങനത്തെ ഏതെങ്കിലും ഒരു പൊടി, അല്ലെങ്കിൽ നമ്മുടെ ഒറോട്ടി പൊടിയില്ല, അതിലേതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ml 2 കപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും പിന്നെ 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം, നമ്മുടെ ഫെന്നൽ സീഡ്സിൽ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8-10ഓളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ഒന്ന് ചെറുത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് കേട്ടോ, ഫൈനായിട്ട് ഒന്ന് നമ്മൾ ഒതുക്കിയെടുക്കാന്ന് പറയില്ല, ആ ഒരു രീതിക്ക് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ പൊടി മൊത്തത്തിലൊന്ന് നനഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കാതെ കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പൊടി മൊത്തത്തിൽ നനഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാകുന്ന സമയം വരെ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഓവർ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യരുത്, എങ്കിൽ നല്ലപോലെ മാവ് റെഡിയായി കിട്ടില്ല. അതുപോലെ തന്നെ ചില അരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴക്കുന്നതുണ്ട്. പിന്നെ ഒറോട്ടിപ്പൊടിയൊക്കെ പച്ചവെള്ളത്തിലല്ലോ നമ്മൾ കുഴക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ മാവൊക്കെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഓവർ തണുത്ത് കഴിഞ്ഞ് കുഴച്ചെടുത്താൽ അത്ര നന്നാവില്ലേ. അപ്പോൾ ഇതിന് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മാവ് ഓവർ ടൈറ്റായി പോകാൻ പാടില്ല, ഓവർ ഹാർഡായി പോകാൻ പാടില്ല. അപ്പോൾ ഒറോട്ടി നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് അരി അരച്ച് അതേ ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണേ. ഓവർ വെള്ളം കുറയാതെ, അഥവാ ഈ ഒരു ടൈമിൽ കുഴക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചൊരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. കുറച്ചൊരു ലൂസും വേണം, എന്നാൽ ഓവർ ടൈറ്റ് ആവാൻ പാടില്ല. ഈ ഒരു സോഫ്റ്റോട് കൂടി കുഴച്ചെടുക്കുക. ഇനി നമുക്ക് എങ്ങനെ കക്കറോട്ടി സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മുടെ കക്കറോട്ടി ഉരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീമറിൻ്റെ തട്ടിൽ നല്ലപോലെ ഓയിൽ തടവിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴയിലയുടെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇതാ ഞാനൊരു ബൗളിൽ കുറച്ച് ഓയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കയ്യിൽ തൊടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതാണ് കക്കറോട്ടിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ നാട്ടിലും ഇത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ കക്കറോട്ടി എന്നാണ് കേട്ടോ ഇതിന് പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരൊന്ന് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കുക. ഇതെല്ലാം എനിക്ക് അറിയുന്ന ഷേപ്പ് തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒറോട്ടി മൊത്തത്തിൽ ഞാനിവിടെ ഉരുട്ടി വെച്ച സമയം കൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളവും തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ, കാരണം ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യാനില്ല. അപ്പോൾ എന്നിട്ട് നമ്മുടെ തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ മൊത്തത്തിൽ, ഈ ഷേപ്പിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ഇതിപ്പോൾ 2 തട്ടുള്ളതുകൊണ്ട് ഞാൻ 2 തട്ടിലും പകുതിയായിട്ട് തന്നെ ഉരുട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചെക്ക് ചെയ്യട്ടെ, വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തട്ട് നമുക്ക് വേറെ തന്നെ എടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ, നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ടൈമിൽ എല്ലാം കൂടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെയല്ലേ. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. നല്ലപോലെ ചൂട് തണിച്ചതിന് ശേഷം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. ചൂടോടെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മുറിഞ്ഞ് കൊളാവും, അപ്പോൾ ഒരു ഷേപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ തട്ടിന് സെപ്പറേറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കക്കറോട്ടിയല്ല റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കണം, ചിക്കൻ കറി. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ എടുക്കുമ്പോൾ കുറച്ചൊരു വലുതന്നെ എടുക്കുക കേട്ടോ, കാരണം നമുക്ക് ഫൈനൽ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വലിയ സൈസ് പാത്രം എടുക്കുക. പിന്നെ 2-3 പാത്രമാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 2 വലിയ സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായി, അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. സവാളയൊന്നും നമുക്ക് ഇതിൽ നിന്ന് കടിക്കാൻ പാടില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഈ ഒരു രീതിക്കൊന്ന് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവണേ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 5-6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നോക്കുക, നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ 3ഉം കൂടി ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ 1.25-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ടുണ്ടാവും ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലത്തെ ചെറുതൊക്കെ ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി നോക്കിയിട്ട് മാത്രം, തക്കാളീൻ്റെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വാടി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1 to 1.25 ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എരിവ് നോക്കുക, കാരണം ഓൾറെഡി പച്ചമുളകൊക്കെ അത്യാവശ്യം ഇട്ടതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ടൈം അങ്ങ് വറുത്തെടുക്കുകയൊന്നും വേണ്ട, കളറൊന്നും ഓവറങ്ങ് മാറി വരുന്നവർ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ചെറിയൊരു നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ നിങ്ങൾ കരുതി എന്തിനാ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്, ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ സവാളയിൽ തന്നെ വാടി വന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്കെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടം, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് മതി കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ടൈം കൊണ്ട് കണ്ടില്ല, തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രം സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ തക്കാളി വെന്തതിന് ശേഷം നമ്മുടെ പൊടി ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പിന്നെ കുറേ ടൈമൊന്നും നമുക്ക് വെക്കണ്ട, കാരണം ഓൾറെഡി മല്ലിമുളകല്ലേ ചൂടായി കിട്ടാനല്ലോ, അതൊക്കെ ഒന്ന് റെഡി ആയതാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 700 ഗ്രാം അളവിൽ ചിക്കനാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കന് വലിയ വലിയ പീസാക്കിയിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്, കാരണം കക്കറോട്ടിക്ക് മാച്ചായിട്ട് ആ ഒരു രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്യുന്ന രീതിക്ക് നിൽക്കണം. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചിക്കനിലും കൂടി നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, പിന്നെ കുറച്ച് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 80% ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഓവർ കുക്ക് ചെയ്തെടുക്കരുത്, ഒരു 3/4 to 80% വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, കാരണം നമുക്കിത് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഓവർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോൾ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. അഥവാ അടുക്കി പിടിക്കുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മുടെ ഒരു ചെറിയ സൈസ് ഒരു തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലത്തെ ചെറിയ തേങ്ങ മതി, കാരണം നമ്മളിത് 2 കപ്പ് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെറിയ രീതിക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അത്രമാത്രം മതി. തേങ്ങ ഓവർ കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 പീസോളം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയുടെ പകുതിയുടെ പകുതി അത്രമാത്രം മതി കേട്ടോ, കാരണം കുറച്ച് തേങ്ങയല്ലേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം ഫെന്നൽ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഒരു 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം നമ്മൾ കറിയിലൊക്കെ ചേർത്താണ്. പിന്നെ നമുക്ക് വേണ്ടത് അരയാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കനും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയാണ് കേട്ടോ വേണ്ടുള്ളൂ. ഓവർ ഗ്രേവി ആയാലും നമുക്കിത് വറ്റിച്ചെടുക്കാൻ പിന്നെയും ടൈം വേണം. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 80% മാത്രം വെന്താൽ മതി കേട്ടോ, അങ്ങ് വെന്ത് ഉടയരുത്. പിന്നെ ഇനിയും നമുക്കിതിലേക്ക് ചെറിയ പരിപാടികളുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ തേങ്ങ ടൈറ്റായിട്ട് അരച്ചെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ മനസ്സിലാവും കേട്ടോ, ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം വേണമെന്നുള്ളത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാല പൊടിയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ അതും ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഇനി നമുക്കിത് വേറെ പരിപാടിയൊന്നുമില്ല, ഈ ഒരു ലൂസിലാണ് കേട്ടോ ഗ്രേവി എടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒറോട്ടിയില്ലേ അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തോണ്ടാണ് ഓരോന്നോരോന്ന് വിട്ട് നിൽക്കുന്നത്, അല്ലാതെ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കക്കറോട്ടിയുടെ പരിപാടി കഴിഞ്ഞാൽ ഇനി ഇതൊന്നും എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടണം. ഒന്നൊന്ന് തിളച്ച് വരട്ടെ, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുക, ആ ഒരു രീതിക്ക് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയായി ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടെ, കുറച്ചൊന്ന് ടൈറ്റ് ആയിക്കോട്ടെ, ഓവർ ടൈറ്റ് ആക്കി എടുക്കണ്ട. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ, കാരണം നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അതവിടുന്ന് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ടേസ്റ്റിനുള്ളൊരു പരിപാടിയുണ്ട്. ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, പക്ഷേ ഇതും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ RKGO മിൽമയുടെ നെയ്യ് അങ്ങനത്തെ ഏതൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ല വറവിട്ടെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടമില്ല, നെയ്യിൽ ചെയ്യുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഓയിലായിട്ട് എടുക്കുക. അപ്പോൾ നെയ്യിലാകുമ്പോൾ ഒന്നുകൂടി എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറവിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കക്കറോട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഓവർ ഡ്രൈ ആയിട്ട് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളിത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് കഴിക്കുള്ളൂ. സെർവ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഡ്രൈ ആയ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ലൂസിൽ ഓഫ് ആക്കി കഴിഞ്ഞാൽ കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ല, സെർവ് ചെയ്യുന്ന സമയത്തേക്ക് സെറ്റായി കുറുകിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വെറുതെ അറിയില്ല. അപ്പോൾ ബീഫ് കൊണ്ട് ചെയ്യുന്നത് വേറൊരു ടേസ്റ്റ്, ചിക്കനെ കൊണ്ട് വേറൊരു ടേസ്റ്റ്. പക്ഷേ പണ്ട് മുതൽക്കേ കക്കറോട്ടി ബീഫ് കൊണ്ടാണ് കേട്ടോ ചെയ്യാറ്. എന്നാലും ഇപ്പോൾ എല്ലാവർക്കും ചിക്കൻ പ്രേമികളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ, ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കാണിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ അരി കുതിർത്തൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു മെനക്കെടുള്ള പോലെ തോന്നും, പക്ഷേ ഇത് അതിൻ്റെ പരിപാടിയൊന്നുമില്ല. എല്ലാം ചിക്കൻ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്